أرسلنا إليهم اثنين فكذبوهما فعززنا بثالث وقالوا إنا إليكم مرسلون. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഇദ് അർസൽനാ ഇലൈഹിം മുസ്ലിമീൻ. അങ്ങനെ രണ്ടാൾക്കാരെ അയച്ചു ആ നാട്ടിലേക്ക്. എന്നിട്ട് അല്ലാഹു തആല രണ്ടാൾക്കാരെ അയച്ചു. ആ ആൾക്കാരെ അയച്ചപ്പോ ആ നാട്ടുകാര് രണ്ടാൾക്കാരെ പറ്റി പറഞ്ഞത് നിങ്ങൾ കള്ളന്മാരെന്നാണ്. നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിലൂടെ പ്രചരിപ്പിക്കാൻ വേണ്ടി വന്ന ആൾക്കാരല്ല, നിങ്ങൾ കള്ളം പറയുന്ന ആൾക്കാരെന്നാണ്. അത് ലോകത്തുള്ള എല്ലാ പ്രവാചകന്മാരെയും എല്ലാ നബിമാരെയും അയച്ചപ്പോൾ ആ നാട്ടുകാർ പറഞ്ഞ പ്രതികരണമാണ്. ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊക്കെ നാട്ടുകാരെ നന്നാക്കാൻ വേണ്ടി, ഏതൊക്കെ പ്രദേശക്കാരെ നന്നാക്കാൻ വേണ്ടി അല്ലാഹു നബിമാരെ അയച്ചിട്ടുണ്ടോ, എല്ലാ നാട്ടുകാർക്കും എല്ലാ പ്രദേശക്കാർക്കും അല്ലാഹു നബിമാരെ അയച്ചിട്ടുണ്ട്. വഇൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഇവിടെ ഒരു സമുദായവുമില്ല, ഒരു നേഷൻ, ഒരു സമുദായം ഇവിടെയില്ല. ആ സമുദായത്തെ സംസ്കരിക്കാനും അവരെ പ്രബോധനം ചെയ്യാനും അവർക്ക് അല്ലാഹുവിന്റെ ദീനിയായ മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കാനും അവർ സന്മാർഗത്തിന്റെ വഴിയിലേക്ക് ക്ഷണിക്കാനും പ്രവാചകൻ വന്നിട്ടല്ലാതെ ഒരു നബിയുടെ ഒരു സമുദായവും ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. അപ്പൊ എന്തിനാണ് മറ്റൊരായത്തിൽ അല്ലാഹു എക്സ്പ്ലെയിൻ ചെയ്യാണ്, നാളെ മഹ്ശറയിൽ വരുമ്പോൾ, നാളെ എന്റെ അടുക്കൽ നിങ്ങൾ എത്തുമ്പോൾ, റബ്ബേ നിങ്ങൾക്ക് നിന്റെ സന്ദേശം എത്തിച്ചു തരാൻ ഒരാൾ വന്നിട്ടില്ല, നിന്റെ സന്ദേശം നിങ്ങൾക്ക് അറിയിച്ചു തരാൻ ഒരു നബി വന്നിട്ടില്ല, അല്ലെങ്കിൽ ഒരു മുർസൽ, അല്ലെങ്കിൽ ഒരു നബി, ഇങ്ങനെ സത്യത്തിന്റെ മാർഗം പറഞ്ഞു തരാൻ നിങ്ങൾക്ക് വന്നിട്ടില്ല എന്നിവിടെ ആൾക്കാർ അല്ലാഹുവോട് പരാതി വെക്കേണ്ടതില്ലല്ലോ, കംപ്ലൈന്റ് പറയേണ്ടതില്ലല്ലോ. അങ്ങനെ പറഞ്ഞാൽ അല്ലാഹു എനിക്ക് ചിലപ്പോ ഉത്തരം മുട്ടേണ്ട ഒരവസ്ഥ നാം ഉണ്ടാക്കിയേക്കും. അങ്ങനെ അല്ലാഹു ഒരു കാര്യത്തിലൂടെ ഉത്തരം മുട്ടൂല, അല്ലാഹു ഒരു കാര്യത്തിലൂടെ പരാജയപ്പെടൂല. അപ്പോ അതിന് അല്ലാഹുവിന് നിർബന്ധമല്ല. പക്ഷേ അല്ലാഹു തആല അങ്ങനെയുള്ള ഒരു പഴുതു പോലും വേണ്ട എന്ന് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നാട്ടുകാർക്കും എല്ലാ ആൾക്കാർക്കും അല്ലാഹു പ്രവാചകനെ അയക്കുകയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ കാലഘട്ടത്തിലോ, ഈ കാലഘട്ടത്തിൽ പ്രവാചകന്മാർ അല്ലാഹുവിന്റെ റസൂലിന്റെ ശേഷം വരാനില്ല, നബിമാർ വരാനില്ല. ഈ സമുദായത്തിന്റെ ആലിമീങ്ങളാണ്, ഈ സമുദായത്തിന്റെ പ്രവാചകന്മാരാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയുണ്ടായി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നാം മനസ്സിലാക്കണം, അല്ലാഹു തആല അവരിലേക്ക് രണ്ടാൾക്കാരെ അയച്ചു, ആ നാട്ടുകാരിലേക്ക്. ഞാൻ ഓരോ നിന്നാൾക്ക് വിശദീകരണം പറയുന്നില്ല, ഓരോന്ന് പറയുന്നത് കൂടി പോകും. അപ്പോ അങ്ങനെ അല്ലാഹു തആല അയച്ചപ്പോൾ അവർ രണ്ടുപേരെ അവർ കളവാക്കി. അപ്പൊ അല്ലാഹു തആല അവിടെ മിണ്ടാതിരുന്നില്ല, മൂന്നാമത്തെ ഒരാളെ അയച്ചു. ഫഖാലു ഇന്നാ ഇലൈക്കും മുർസലൂൻ. അവർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ സംസ്കരിക്കാൻ വേണ്ടി വന്ന, നിങ്ങൾക്ക് ദീനും നിസ്കാരവും പഠിപ്പിച്ചു തരാൻ വേണ്ടി വന്ന നബിയാണ്, മുർസലീങ്ങളാണെന്ന് അവർ പറയുകയുണ്ടായി. മുർസൽ എന്ന് പറഞ്ഞാൽ അവിടെ ഇമാമികൾ രണ്ടർത്ഥം പറയുന്നുണ്ട്. ഒന്ന്, ഈസാ നബി അലൈഹി ഇസ്ലാം അയച്ച മുർസൽ. അപ്പൊ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ആള് എന്നാണ്, ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഭാഗത്തു നിന്നുള്ള ഒരാളാണെന്നാണ്. അതേസമയത്ത് വേറെ ഖത്താദ പോലത്തെ വേറെ ഇമാമികൾ പറയുന്നു, അല്ലാഹു തആല ഈസാ നബിയെ പോലെ ഒരു നബിയാക്കി അയച്ച ഒരാളാണെന്നും പറയുന്നു. അതേതായാലും അവിടെ കിടക്കട്ടെ. അങ്ങനെ അല്ലാഹു തആല അവർക്കൊരു നബീനെ അയക്കുകയും മൂന്നാൾക്കാരെ പ്രവാചകരായി അയക്കുകയുണ്ടായി. അപ്പൊ കാലു അവർ പറഞ്ഞു, മാന്തും ഇല്ലാ ബശറുൻ മിസ്ലുനാ. നിങ്ങൾ നമ്മളെ പോലത്തെ മനുഷ്യന്മാരെന്നെയാണ്, നിങ്ങൾക്ക് എന്താ ഒരു സ്പെഷ്യാലിറ്റി? വമാ അൻസല റഹ്മാൻ മിൻ ശൈഇൻ. അല്ലാഹു ഒരു കാര്യവും നമുക്ക് ഇറക്കിയിട്ടില്ല, നിങ്ങൾ വെറുതെ പറയല്ലേ. അങ്ങനെ ആ തൗറാത്തിലുണ്ട് സബൂറിലുണ്ടെന്നൊക്കെ നിങ്ങൾ പറയല്ലേ. യഥാർത്ഥത്തിൽ അല്ലാഹു അയച്ചതൊന്നും അല്ലല്ലോ, നിങ്ങൾ സ്വന്തമായിട്ടല്ല ഓനായിട്ടല്ല പറയുന്നത്. ഇൻ കുന്തും ഇല്ലാതെ കദിബൂൻ. നിങ്ങൾ കള്ളം പറയുന്നവരാണ്, നിങ്ങൾ സത്യം പറയുന്നവരല്ല. മൂന്നാൾക്കാരെയും ആക്ഷേപിച്ചുകൊണ്ട് ആ നാട്ടുകാർ പറയുകയുണ്ടായി.
അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ദീനിയായ കാര്യം പറയുമ്പോൾ വളരെ സൗമ്യമായി പറയണം. ആദ്യം പറഞ്ഞത് ഇന്നാ ഇലൈക്കും മുർസലൂൻ, ഞങ്ങൾ നിങ്ങൾക്ക് നബിമാരെന്നാണ്. എന്നാൽ പിന്നെ അവരൽപ്പം സ്ട്രെസ് ചെയ്തുകൊണ്ട് പറയുകയാണ്, കാലു അവർ പറയുന്നു റബ്ബുനാ യഅലമു ഇന്നാ ഇലൈക്കും ലമുർസലൂൻ. ഇന്നാ ഇലൈക്കും ലമുർസലൂൻ, റബ്ബുനാ യഅലമു, അല്ലാഹുക്കറിയാം. നിങ്ങളെന്ത് വേണം പറഞ്ഞോളൂ, ഞങ്ങൾ അള്ളാഹുവിൽ നിന്ന് നിങ്ങളിലേക്ക് വന്ന പ്രവാചകന്മാരാണെന്ന് അള്ളാഹുവിനറിയാമെന്ന് ഒന്നും കൂടി പ്രസ് ചെയ്ത് പറയാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കണം, നേരത്തെയുള്ള ആയത്തിലുള്ളത് ഫഖാലു ഇന്നാ ഇലൈക്കും മുർസലൂൻ എന്നാണ്. അത് 14-ാമത്തെ ആയത്തിന്റെ ഒടുക്കമാണ്. എന്നാൽ 16-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത് ഖാലു റബ്ബുനാ യഅലമു ഇന്നാ ഇലൈക്കും ലമുർസലൂൻ. അവിടെ റബ്ബുനാ യഅലമു ഇന്നാ ഇലൈക്കും ലമുർസലൂൻ എന്ന് പറഞ്ഞു. ലമുർസലൂൻ എന്ന് പറയുമ്പോൾ ഒരൽപ്പം ശക്തി കൂട്ടി പറഞ്ഞു. അപ്പൊ പറയുമ്പോൾ ആദ്യം ഒരൽപ്പം സമാധാനത്തിൽ പറയണം, പിന്നെ അതിന്റെ അവസരോചിതമായിട്ട് സ്ട്രോങ് കൂട്ടണമെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഖുർആന്റെ ഓരോ ശൈലിയും, പരിശുദ്ധ ഖുർആൻ പറയുന്ന ഓരോ കാര്യങ്ങളും അത് വളരെ സയന്റിഫിക്കായിട്ടും അതുപോലെ തന്നെ വളരെ നല്ല ഒരു ഭംഗിയായ ശൈലിയിലുമാണ്. അപ്പോ മനഃശാസ്ത്രപരമായി ഖുർആൻ ആൾക്കാരോട് എങ്ങനെ പറയണം ആ ശൈലിയിലാണ് പറയുന്നത്. ഇരിക്കട്ടെ. അപ്പൊ അല്ലാഹു തആല പറയുന്നു ഫഖാലു റബ്ബുനാ യഅലമു ഇന്നാ ഇലൈക്കും ലമുർസലൂൻ, ഞങ്ങൾ തീർച്ചയായും മുർസലീങ്ങളാണ്, ഞങ്ങൾ കളവ് പറയുന്നവരല്ല, ഞങ്ങൾ കള്ളം പറയുന്നവരല്ല. ഇനി അല്ലാഹു തആല പിന്നെ പറയുന്നു, ആ പ്രവാചകന്മാരവർ പറഞ്ഞു, ഒരുപക്ഷെ നിങ്ങൾ ഞങ്ങളെ കളവാക്കുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല. കാരണം എന്തേ, വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ. ഞങ്ങളുടെ കാര്യം എന്താണ്? നിങ്ങൾക്ക് എത്തിച്ചു തരേണ്ട കാര്യമേ ഉള്ളൂ. അല്ലാഹു തആല ഞങ്ങളെ അയച്ചു, ഞങ്ങൾ വന്നു. അല്ലാഹു തആല പറയാൻ വേണ്ടി കൽപ്പിച്ചു, ഞങ്ങളത് പറഞ്ഞു. ഈസാ നബി അലൈഹിസ്സലാം ഇങ്ങനെയുള്ള പ്രബോധനം ഞങ്ങൾക്ക് നൽകി, ഞങ്ങളത് നിങ്ങൾക്ക് എത്തിക്കുന്നു. വാസ്തവത്തിൽ ഞങ്ങൾക്കത് നിങ്ങളെ അനുസരിപ്പിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. നിങ്ങൾ നിസ്കരിപ്പിക്കേണ്ടതോ അല്ലെങ്കിൽ നിങ്ങൾ ഇസ്ലാമിലേക്ക് വരുത്തിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. നാളെ അല്ലാഹുവിന്റെ മുന്നിൽ എത്തിയപ്പോൾ നിങ്ങൾ പറയും, പടച്ചവരെ ഞങ്ങൾക്ക് അറിയിച്ചു തരാൻ ഒരു പ്രവാചകൻ വന്നിട്ടില്ല, ആ വരാത്തത് കൊണ്ട് ഞങ്ങൾ കുടുങ്ങിയിരിക്കുകയാണെന്ന് പറയാൻ പാടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് സത്യം ഇതാണ്, ദീൻ ഇതാണ്, സുന്നത്ത് ഇതാണ്, അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും അങ്ങനെ ഇമാമികളും പഠിപ്പിച്ച ദീനിതാണ് എന്നിങ്ങനെ പറഞ്ഞു തരേണ്ട ബാധ്യതയെ ഞങ്ങൾക്കുള്ളൂ. അതേസമയം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭംഗികൾ സ്വീകരിച്ചില്ലെങ്കിലോ ഞങ്ങൾക്കത് അല്ലാഹുവിന്റെ അടുക്കൽ പ്രശ്നമുണ്ടാവില്ല. നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് നല്ലതാണ്, തള്ളിപ്പറഞ്ഞാൽ നിങ്ങൾക്ക് മോശമാണ്. അതേ സമയത്ത് ഞങ്ങൾക്ക് ശിക്ഷയുള്ളത് ഞങ്ങൾ ഒരുപക്ഷെ പറഞ്ഞ് എത്തിച്ചു തന്നില്ലെങ്കിൽ മാത്രമാണെന്ന്